കഴിഞ്ഞ ആഴ്ച കേരള സംഭവബഹുലമായിരുന്നു കേട്ടോ. രണ്ട് അയ്യപ്പ സംഗമം, ഒന്ന് പമ്പയിൽ, ഒന്ന് പന്തളത്ത്. ഇത് രണ്ടും അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഒന്ന് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ. അത് ഉദ്ഘാടനം ചെയ്ത് കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി. പണ്ട് കൃഷ്ണപിള്ളയെ ഓർമ്മ വരിക കേട്ടോ. ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് മണിയടിച്ചൊരു കഥ. വിശ്വാസികൾക്ക് വേണ്ടി ഗുരുവായൂർ അമ്പലനടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മണിയടിച്ച കഥ ഇവിടെ ഓർമ്മ വരികയാണ്. ഇനി മറ്റൊന്ന് പന്തളത്ത് നടന്ന മറ്റൊരു അയ്യപ്പ സംഗമം. ഈ അയ്യപ്പ സംഗമത്തെ തോൽപ്പിക്കാനായിട്ട് മറ്റൊരു അയ്യപ്പ സംഘം, അതാണ് യഥാർത്ഥ അയ്യപ്പ സംഗമം എന്നാണ് അവരവകാശപ്പെടുന്നത്. അത് നടത്തിയതാകട്ടെ BJPയും ഹിന്ദു പരിവാര സംഘടനകളും കുറേ സന്യാസിമാരും ചേർന്ന് മറ്റൊരു സംഗമം. അത് അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് തന്നെ. ഇതിലേതാണ് കേമം? ഇത് ആരുടെ കൂടെ നിൽക്കണമെന്ന് അയ്യപ്പനാകെ പെട്ടുപോയിട്ടുണ്ടാവും. സത്യത്തിൽ കൺഫ്യൂഷനായിട്ടുണ്ടാവും. രണ്ടിടത്തും ഈ അയ്യപ്പൻ വന്നു വന്നില്ലേ എന്ന് നമുക്കറിയില്ല. ആരുടെ കൂടെയാണ് അയ്യപ്പനെന്നും നമുക്കൊരു നിശ്ചയവുമില്ല. അത് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷേ രണ്ടാമത് നടന്ന പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമം ഈ അയ്യപ്പ വിശ്വാസത്തേക്കാൾ അതേതാണ്ട് ഒരു മതവൈരം വളർത്തുന്ന രീതിയിലായിരുന്നു അതിലെ ചില സന്യാസി ശ്രേഷ്ഠന്മാരുടെ പ്രസംഗം എന്നുള്ളത് കേട്ടപ്പോൾ വലിയ വിഷമായി പോയി എന്നാണ് ഈ ആദ്യത്തെ സംഗമം നടത്തിയ ചിലരെങ്കിലും പറയുന്നത്. അതിൽ വാവരെ വർഗീയവാദിയായിട്ടും അയ്യപ്പൻ്റെ ശത്രുവായിട്ടും അയ്യപ്പനെതിരെ യുദ്ധം ചെയ്യാൻ വന്നവനായിട്ടുമൊക്കെ അങ്ങ് വർണ്ണിക്കണം കേട്ടപ്പോൾ സത്യത്തിന് ഞെട്ടിപ്പോയി. ആ സ്വാമി എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നേയില്ല. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാവര് എന്നുള്ളത് അയ്യപ്പനെ ചിന്തിക്കുമ്പോൾ തന്നെ വാവരെ ചിന്തിക്കണം. വാവരെ ചിന്തിക്കുമ്പോൾ അയ്യപ്പനെയും നമ്മൾ ചിന്തിക്കാതിരിക്കില്ല. കാരണം വാവര് പള്ളിയിൽ കയറിയിട്ടാണ് മിക്കവാറും എല്ലാ അയ്യപ്പന്മാരും ശബരിമലയ്ക്ക് പോകാറുള്ളത്. അയ്യപ്പൻ വിളക്ക് എന്നുള്ളൊരു വലിയ ചടങ്ങ് മിക്കവാറും ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് പലയിടത്തും മലബാറിൽ പ്രത്യേകിച്ച് നടക്കാറുണ്ട്. അതിൽ ഈ അയ്യപ്പൻ വിളക്കിൽ അയ്യപ്പൻ്റെ കൂടെ നിന്ന് ആ 3 കോമരങ്ങളുണ്ടാവും. അതിലൊന്ന് വാവരാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത് കാണാനൊരു വലിയ രസമാണ് ആ കല. വൈകുന്നേരം മുതൽ പിന്നെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് തൊട്ട് പിറ്റേ ദിവസം രാവിലെ കനൽച്ചാട്ടം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണത്. അതിൽ വാവരുടെ റോള് വലുതാണ്. ആ വാവരെ തള്ളിപ്പറയുകയാണ്, വർഗീയവാദിയാണ്. അപ്പോൾ ഒരു തരം മതവൈരത്തെ എടുത്തു പറയുന്ന ഒരു പ്രസംഗമാണ് ഒരു പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ നടത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റു ചില പ്രാസംഗികരാകട്ടെ ഈ ഒരു അവസരം നമ്മൾ മുതലാക്കണമെന്നും വലിയൊരു പോരാട്ടത്തിന് ഇറങ്ങണമെന്നും ചിലർ വരെ പ്രസംഗിച്ചു പോയി. ഈ അയ്യപ്പ വിശ്വാസികളുടെ ഒരു അവസ്ഥ നോക്കണേ. ഒരു ഈശ്വര വിശ്വാസി എപ്പോഴും മറ്റുള്ളവരെ ആദരിക്കാനും മറ്റുള്ളവരോടൊപ്പം മനുഷ്യകരുണ കാണിക്കാനും മറ്റുള്ള സകല ജീവജാലങ്ങളോടും കരുണയോടും സഹാനുഭൂതിയോടും പെരുമാറണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട സന്യാസി ശ്രേഷ്ഠന്മാരും അവിടെ പ്രസംഗിച്ചതെല്ലാം കേട്ടാൽ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകണം. പന്തളത്തിൽ നടന്ന അയ്യപ്പ വിശ്വാസ സംഗമം എത്തരത്തിലാണോ സമാപിച്ചത് എന്നുള്ളത് ഈ കേരളത്തിലെ ജനത വിലയിരുത്തട്ടെ. ഇതിലൊരു പക്ഷം പിടിക്കുക എന്നുള്ളത് ഒരു യഥാർത്ഥ അയ്യപ്പ വിശ്വാസിയുടെ ധർമ്മമല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് കടക്കാം. അതെന്തുമാകട്ടെ, ഈ ഒരു ഘട്ടത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതി എന്തായിരുന്നു എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുമ്പോഴാണ് ഇന്നത്തെ ഈ 2 അയ്യപ്പ സംഗമങ്ങളുടെയും പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. അതിലേക്ക് നോക്കിയാലോ, അത് നമുക്കൊരു ഗുരുവായൂർ സത്യാഗ്രഹത്തെ എടുക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അതേപോലെ അവിടെ അയ്യപ്പൻ്റെ ടെമ്പിളാണെങ്കിൽ ഇത് ശ്രീകൃഷ്ണൻ്റെ ടെമ്പിളാണ്. ഇന്ന് ഏറ്റവും പ്രശസ്തമായ, ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഭഗവാൻ കൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെ അനേകായിരം ഭക്തജനങ്ങളുടെ വലിയൊരു ആശ്രയ കേന്ദ്രമാണ് ഗുരുവായൂർ. അവിടെ പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സവർണർക്ക് മാത്രം, അതും ബ്രാഹ്മണർക്കും അല്ലെങ്കിൽ അതോടനുബന്ധിച്ചിട്ടുള്ളവർക്കും മാത്രം ശ്രീകോവിലിൻ്റെ അടുത്തും നാലമ്പലത്തിലും മാത്രം അവകാശമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ജൻസി വിഭാഗത്തിൽപ്പെടുന്ന എത്ര പേരത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ചരിത്രം പഠിച്ചവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗുരുവായൂർ മാത്രമല്ല കേട്ടോ, കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളുടെ സ്ഥിതി അതായിരുന്നു. പക്ഷെ ഗുരുവായൂരിൽ നമ്മൾ 1931 ജൂലൈ 7 AICSCയുടെ മുംബൈ സമ്മേളനത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടത്തണമെന്ന് കേളപ്പജി അവകാശപ്പെടുമ്പോൾ ഈ തൊട്ടുകൂടായ്മയ്ക്കും മൈത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ അവിടെ
എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശനം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് AICCയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ഗാന്ധിജിയുടെ സമ്മതം അതിനുവേണ്ടി വാങ്ങിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ 1931 ഓഗസ്റ്റ് 2 കോഴിക്കോട് വെച്ച് KPCCയുടെ സമ്മേളനം കൂടുന്നു. അവിടെ വെച്ച് ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടത്താനുള്ള തീരുമാനമെടുക്കുന്നു. അവിടെ വെച്ച് കേളപ്പനും AKGയും കൃഷ്ണപിള്ളയും ആ സമരരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അതിൻ്റെ വളണ്ടിയർ സ്ക്വാഡ് ലീഡറായി AKGയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ കേരളം മുഴുവൻ ഇതിൻ്റെ പ്രചരണമായിട്ട് ഈ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ത്തിൻ്റെ ഒരു ആവശ്യകത പ്രചരിപ്പിക്കാനായിട്ട് കേരളം മുഴുവൻ വലിയ പ്രചരണം, കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ ഒരു പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. AKGയും സുബ്രഹ്മണ്യൻ തിരുമുമ്പുമല്ല കണ്ണൂർ ഭാഗത്ത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് പ്രചരണത്തിനിറങ്ങുന്നു. ജനങ്ങൾക്കൊന്നും ആലോചിക്കാനേ പറ്റില്ല. കാരണം ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു ഹരിജനോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാരനോ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെ പറ്റി ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് തന്നെ ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടുമോ? അത് വലിയൊരു ഈശ്വര വിരോധമാവും, ദൈവവിശ്വാസത്തിനെതിരായിരിക്കും. തങ്ങൾ പാപം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന മഹാഭൂരിപക്ഷം, അതിലെ 99% ജനവിഭാഗവും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ആ ഘട്ടത്തിലാണ് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, നിങ്ങൾക്ക് കൂടി പ്രവേശനം കിട്ടുന്നതാണ്, നിങ്ങൾക്കതിൻ്റെ നേരെ മുന്നിൽ ചെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങൾ മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടറിയണം. ഈ ഒരു അവസ്ഥയിലാണ് ഈ നേതാക്കൾ അവരെ ഇത് ബോധ്യപ്പെടുത്തുന്നതിനായി ഇറങ്ങുന്നത്. അതിന് കേരളത്തിലെ സാമുദായിക സംഘടനകളായ NSSന്റെ നേതൃത്വത്തിൽ, SNDPയുടെ നേതൃത്വത്തിലൊക്കെ അവരെല്ലാം മുന്നോട്ട് വരുന്നു, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. 1931 ഒക്ടോബർ 18 കോഴിക്കോട് KPCCയുടെ യോഗം വീണ്ടും കൂടുന്നു. അവിടെ വെച്ച് നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ഇതറിഞ്ഞ ക്ഷേത്രം ഭാരവാഹികൾ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും മുള്ളുവേലി കൊണ്ട് ഒരു വലിയ കമ്പിവേലി കെട്ടുകയാണ്. കാരണം അങ്ങോട്ട് പ്രവേശിക്കരുത്, കാരണം മുള്ളുവേലി കിട്ടിയാൽ ഈ സമരക്കാർക്കൊന്നും ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. അത്തരത്തിലൊരു നടപടി ക്ഷേത്രം ഭാരവാഹികൾ എടുക്കുകയാണ്. അങ്ങനെ കേളപ്പജി നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ആ സമരം അങ്ങനെ മുന്നോട്ട് പോയി. ആ സമരം നവംബർ 7 സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ അറസ്റ്റും അതോടനുബന്ധിച്ചുള്ള സമരപരിപാടികളൊക്കെ ദിവസങ്ങൾ കഴിയും തോറും പതുക്കെ ഒരു തണുപ്പം പ്രതികരണമായി, അല്ലെങ്കിൽ വലിയ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിലായില്ല എന്നുള്ള ഒരു സ്വഭാവം. കാരണം ജനങ്ങൾക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഈ അവർണ വിഭാഗത്തിന്, പിന്നോക്ക വിഭാഗക്കാർക്ക് എങ്ങനെയാണ് ഒരു ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുക? അതെല്ലാം സവർണരായ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ്. അവർ മാത്രമാണ് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ. മറ്റുള്ളവർ ദൂരെ നിന്ന്, അകലെ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും പാടില്ല. അതിൻ്റെ മുന്നിൽ കൂടെ വഴി നടക്കാൻ പോലും പാടില്ല. ക്ഷേത്രത്തിൻ്റെ ചുറ്റും വഴി നടക്കുന്നത് പോലും അപ്പോൾ പുണ്യാകം തെളിക്കണം. അങ്ങനെ ആരെങ്കിലും നടന്നു എന്നറിഞ്ഞാൽ പുണ്യാകം തെളിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു എന്ന് ആ ഒരു ഘട്ടത്തിലാണ് ഇവരുടെ നേതൃത്വത്തിൽ ഈ സത്യാഗ്രഹവുമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ജനുവരി 4 AKGയും അറസ്റ്റ് ചെയ്യാണ്. പിന്നെ ഒരു 6 മാസത്തേക്ക് അതൊരു തണുപ്പം പ്രതികരണമായിരുന്നു. AKGക്കെല്ലാം ജയിലിൽ നിന്നിറങ്ങി വീണ്ടും സമരരംഗത്തേക്ക് വരുന്നു. കൃഷ്ണപിള്ള ഈ സമരം ഏറ്റെടുക്കുന്നു. ഈ ഘട്ടത്തിലാണ് കൃഷ്ണപിള്ള നാലമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് ആ മണിയടിക്കുന്നത്. ആ മണിയടിക്കുന്നതോടുകൂടി അവിടെ നിന്നുള്ള ക്ഷേത്രക്കാവൽക്കാരെല്ലാം തന്നെ കൃഷ്ണപിള്ളയെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. അപ്പോൾ അന്ന് കൃഷ്ണപിള്ള പറഞ്ഞൊരു വാചകം കേരളം ഇന്നും ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ്. ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനെക്കി നായന്മാരും അവരുടെ പുറത്തടിക്കും എന്ന് പറഞ്ഞൊരു വാചകം ഇന്നും പ്രസക്തമാണെന്നുള്ളതാണ്. കാരണം എക്കാലത്തും ഈ സവർണ വിഭാഗത്തോടൊപ്പം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോടൊപ്പം ഈ അനാചാരങ്ങൾ കൊണ്ട് നടക്കണമെന്ന് വാശി പിടിക്കുന്നവരോടൊപ്പം കുറേ ഈ ഇലനക്കി നായന്മാർ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുക കൂടിയാണ് കൃഷ്ണപിള്ള ചെയ്തത്. കൃഷ്ണപിള്ളയും അതേ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഈ അവർണർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കൊടുക്കണമെന്ന് വാദിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, അതെല്ലാം വലിയ പാപമാണെന്ന് വാദിച്ചിരുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നു. കൃഷ്ണപിള്ള അവിടെ വലിയ സത്യാഗ്രഹം തുടങ്ങുന്നു. അങ്ങനെ കൃഷ്ണപിള്ള ഭക്തരായ ജനങ്ങളോട് പറയുന്നു, ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ നിങ്ങൾ ഭക്തജനങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരരുത്, ഗുരുവായൂരിലേക്ക് ആരും വരരുത് എന്ന് പറയുന്നതോടുകൂടി ക്ഷേത്രം ഭാരവാഹികളും ഒന്ന് പരിഭ്രമിക്കുകയാണ്. അവർ ഉടനെ
പറയുകയാണ്, പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, ഞങ്ങൾ രാജാവിനെ അറിയിച്ചിട്ടുണ്ട്, സാമൂതിരിയെ അറിയിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം നിർത്തിവെക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണപിള്ള താൽക്കാലികമായിട്ട് ആ സമരം നിർത്തിവെക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഡിസംബർ 28-ന് AKG വീണ്ടും സമരങ്ങളുമായിട്ട് പിന്നെ ഈ ക്ഷേത്രപ്രവേശന സമരങ്ങളുമായിട്ട് വീണ്ടും പ്രവേശനം വരുന്നത്. അന്ന് ഈ AKGയെ ക്രൂരമായി ഈ ക്ഷേത്രം ഭാരവാഹികളും സംഘങ്ങളും അല്ലെങ്കിൽ അവരുടെ ശിങ്കിടികളും ചേർന്ന് മർദ്ദിക്കുന്നു. അത് കേരളമൊട്ടാകെ, മലബാറിലൊട്ടാകെ വലിയ കുളിളക്കം സൃഷ്ടിച്ചു. ജനങ്ങളാകെ ഇളകിമറിഞ്ഞു. രോഷാകുലരായ ജനക്കൂട്ടം ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തി. സമരാനുകൂലികൾ ഗുരുവായൂരിലേക്ക് വന്ന് അതിന് ചുറ്റുമുണ്ടായിരുന്ന മുള്ളുവേലികളൊക്കെ ആകെ തകർത്തു. അപ്പോൾ ഈ ക്ഷേത്രം ഭാരവാഹികൾ ചിലരെല്ലാം ഗാന്ധിജിക്ക് കമ്പിയടിച്ചു. അങ്ങനെ ഗാന്ധിജി ഇടപെടുകയും ആ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് നമുക്ക് ഗുരുവായൂരിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ എന്നാണ് അവിടെ എല്ലാവർക്കും ഈ ക്ഷേത്രപ്രവേശനത്തിന് ഒരു ഔദ്യോഗികമായ ഒരു അനുമതി കിട്ടിയതെന്ന് വെച്ചാൽ 1947 ജൂൺ 12 മദിരാശി ഗവൺമെൻറ് എല്ലാ വിഭാഗ ഹിന്ദുക്കൾക്കും ഗുരുവായൂരിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 1931 ആരംഭിച്ച പോരാട്ടം ഗുരുവായൂരിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പ്രവേശിക്കാൻ നാനാജാതികളുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ പിന്നെ ഒരു ജാതി വ്യവസ്ഥയ്ക്ക് എടുത്താൽ നമുക്ക് പറയാവുന്ന എണ്ണം എത്ര ജാതികളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രമാത്രം ജാതികളുള്ള ഹിന്ദുക്കളിലെ എല്ലാവർക്കും അവിടേക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. അപ്പം നീണ്ട 16 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഗുരുവായൂരിലെ ഒരു വലിയ അനാചാരത്തിന് അവസാനമായത്. ഈ പിന്നോക്ക വിഭാഗക്കാരിൽപ്പെട്ടവർക്ക് പലർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ അത്രയും സമയമെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. എല്ലാ അനാചാരങ്ങളും മാറ്റിയെടുക്കാനായിട്ട് കാലത്തിൻ്റേതായ ഒരു സമയമെടുക്കുമെന്നുള്ളതാണ് സത്യം. ഇതിവിടെ പറയുന്നത് 2018 ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ചില ആചാര ലംഘനങ്ങളുടെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ പറയുന്നത്. അന്ന് നടന്ന ആ ആചാര ലംഘനവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന അനിഷ്ട സംഭവങ്ങളും കേരളത്തിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന് മറ്റൊന്നുമില്ല, കാരണം 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അന്ന് ആചാര ലംഘനം നടത്താനായിട്ട് മുന്നിട്ടിറങ്ങിയവർ ഇന്ന് വിശ്വാസികളുടെ കൂടെ നിന്ന് അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ള ഒരു വിചിത്രമായ കാഴ്ചയും, എന്നാൽ അന്ന് സുവർണാവസരമായി കണ്ടവർ മറ്റൊരു സുവർണാവസരം കൂടെ 2026 തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ എന്ന് നോക്കാനായിട്ട് പന്തളത്ത് നടന്ന ഒരയ്യപ്പ സംഘവും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട് യഥാർത്ഥത്തിൽ അയ്യപ്പൻ പെട്ടുപോയി. അയ്യപ്പനും വാവരും അന്തിച്ചു നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഇതിനിടയിൽ മുട്ടനാടുകളെ ഇടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കുന്ന ചില ചെന്നായ്ക്കളുമുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപോകണം കേട്ടോ. അതാരാണെന്ന് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. വിശ്വാസം എന്നുള്ളത് അവനവൻ്റെ സ്വകാര്യമായ മനസ്സിൻ്റെ ഉള്ളിലാണ്. അത് മറ്റൊരാളും അടിച്ചേൽപ്പിക്കേണ്ടതല്ല, മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റുന്നതുമല്ല. നമ്മുടെ ആത്മസംതൃപ്തി അന്യനെ അവനവനെ പോലെ തന്നെ കണ്ട് മനുഷ്യനെ സ്നേഹിക്കാനും സർവ്വജീവജാലങ്ങളെയും സസ്യലതാദികളെയും ഒക്കെ സ്നേഹിക്കാനും കരുണയോടെ സമീപിക്കാനുമുള്ള വലിയൊരു മനസ്ഥിതി തന്നെയാണ് യഥാർത്ഥ ഭക്തി എന്നുള്ളത്. അതുണ്ടായാൽ അവൻ നിരീശ്വരവാദിയായാൽ പോലും യഥാർത്ഥ വിശ്വാസിയേക്കാൾ അവനൊരു ഒരു പടി മുന്നിലാകാം. അതേസമയം നല്ല വിശ്വാസിയായി ദുഷ്ടത മാത്രം മറ്റുള്ളവരോട് ചെയ്യുന്ന ഒരാളായിട്ട് എന്ത് പ്രയോജനമാണോ ഉള്ളത്? 3 നേരവും അമ്പലത്തിൽ പോവുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ ദുഷ്ടത്തരം മാത്രം കാണിക്കുന്ന മനുഷ്യനായാൽ അയാൾ വിശ്വാസിയായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. താൻ നിരീശ്വരവാദിയാണ്, അവിശ്വാസിയാണെന്ന് പുറമേക്ക് പറഞ്ഞാലും അത് മനുഷ്യരോട് കരുണയും കാരുണ്യവും കാണിക്കുന്നവനാണെങ്കിൽ യഥാർത്ഥ വിശ്വാസിയും ഈ നിരീശ്വരവാദിയും ഒന്നാകുന്നു. അതാണ് തത്വമസി, അതാണ് അയ്യപ്പൻ. സ്വാമിയെ ശരണമയ്യപ്പ.